ജാൻസി, നിനക്ക് എപ്പോ വേണമെങ്കിലും പിരിഞ്ഞു പോകാം. പിരിയുന്നതിന് മുമ്പ് ആദ്യവും അവസാനവുമായി എനിക്ക് എന്റെ ഭഗവതി, ലക്ഷക്കണക്കിന് രൂപയല്ലയോ നഷ്ടപ്പെട്ടത്. ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ സീൻ ഒന്ന് കഴിഞ്ഞേനെ. ബെസ്റ്റ് സീനായിരുന്നു. ഇത് വെറും സ്വപ്നമല്ലേടോ സൂര്യ? വെറും സ്വപ്നമല്ല, നടക്കാൻ പോകുന്ന സത്യ. എടോ, നമ്മുടെ സ്വപ്നം ഒന്നും സഫലമാകാൻ പോകുന്നില്ല. ഫുൾ ടൈം തരികിടയും ചാപ്പാടും കിടപ്പും. ഫുൾ ടൈം കിടപ്പ് നിന്റെ കാര്യം. എന്റെ കാര്യം സിനിമാ നടനാകാൻ പോകുന്നത്. അയ്യോ എന്റെ കൂട്ടുകാരാ, സിനിമാ നടനാകണമെങ്കിൽ അതിനുള്ള ഭാഗ്യം വേണം. നിന്റെ കാര്യത്തിൽ മഹാഭാഗ്യം വേണം. അതിനുള്ള വര നിന്റെ തലയിലോ കയ്യിലോ ഉണ്ടോന്ന് അറിയില്ല. വരയൊക്കെ വരേണ്ടപ്പ വരും. വര വരില്ല, നര വരും. നര വരുമ്പോഴേക്കും ഞാനൊരു സൂപ്പർ താരം, ഒരു ഫാൽക്കെ അവാർഡ് ജേതാവ്. ആ ഫാൽക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇന്ന് കഞ്ഞി കുടിക്കാനുള്ള വക ഒപ്പിക്കണ്ടേ? എങ്കിൽ എനിക്ക് ഇന്നത്തെ പരിപാടിക്കുള്ള വേഷവിധാനവും മേക്കപ്പും ഒക്കെ സെറ്റപ്പ് ചെയ്യാം. സെറ്റപ്പ് ചെയ്യാം. കാണുന്നില്ലല്ലോ. മരിച്ചു കാണും, സാധ്യതയുണ്ട്. അതെ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. എന്താ സൂര്യചന്ദ്രന്മാരിത്തര രാവിലെ? അതെന്ത് ചോദ്യം ആന്റി? ഞങ്ങൾക്ക് എപ്പോ വേണോ ഇവിടെ വന്നൂടെ? ഞങ്ങള് BPL കാരല്ലേ? അതെ, ബിലോ പോവർട്ടി ലൈൻ, ദരിദ്ര രേഖയ്ക്ക് താഴെ. എന്നും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ആന്റിക്കും അങ്കിളിനും വല്ല നിർബന്ധമുണ്ടോ? അതിന് പ്രോബ്ലം അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നോ പ്രോബ്ലം. എന്നാ വേഗം വിട്ടോ, ഞങ്ങൾക്ക് ഇത്തിരി വർക്കേണ്ട ദിവസാ. എന്താ ആന്റി സംസാരത്തിലൊരു ദേഷ്യം പോലെ? എന്ത് ദേഷ്യം? സൂര്യ, നിനക്ക് തോന്നിയില്ലേ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞ പോലെ ഒരു അവജ്ഞയും പുച്ചു തോന്നി? ഞങ്ങൾ പറഞ്ഞത് ആന്റി, വേറെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ ആന്റിയും അങ്കിളും അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല. ആരോരുമില്ലാത്ത ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ തനി തങ്കത്തിൽ തീർത്ത രണ്ട് സ്വർണ്ണ വിഗ്രഹങ്ങളാണ് ആന്റിയും അങ്കിളും. ദുഃഖഭാരം ചുമക്കുന്ന രണ്ട് കുഞ്ഞാടുകളാണ് ഞങ്ങൾ. ഈ ടെറസ് മേടയിലിരുന്ന് ഞങ്ങളെ കല്ലെറിയരുത്. ചന്ദ്ര, പോകാം. നമ്മൾ ഇവരെ ബുദ്ധിമുട്ടിക്കണ്ട. ആന്റിയും അങ്കിളും ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും ഞങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന്. അന്ന് കുറ്റബോധം കൊണ്ട് നിങ്ങൾ പൊട്ടിക്കരയും. അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനാ വന്നത്? എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. കുറെ പറയാനുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടിയുണ്ടോ? അടിക്കുമോന്ന് നേരത്തെ പോണി രണ്ടെണ്ണം വിട്ടു. ഇത് അവളും പോയി നല്ല സന്ദർഭം. ഓക്കെ അങ്കിൾ, അങ്കിൾ, അങ്കിൾ. ഞാൻ വേറെന്തോ വിചാരിച്ചു. ഇത് മതിയോ എനിക്ക്? ഇത് ലേഡീസിനുള്ളതല്ലേ? ഈ മാക്സ് ഇട്ടിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇതുപോലെ സ്കൂൾ പിള്ളേർക്ക് നാടകം കളിക്കാൻ കൊടുത്തു. ആന്റി, നമ്മുടെ ഈ ഒരു എക്സിക്യൂട്ടീവ് ലുക്കുള്ള വേഷം എനിക്ക് വേണ്ടേ. ആ റോളാണ് നമ്മുടെ SI ജഗന്നാഥൻ സാറിന്റെ ഒരു ബ്രദർ അല്ലേ, സബ് കളക്ടർ. അങ്ങനെ ഒരു ഡ്രസ് ഇവിടെ അയ്യോ അതൊന്നും തരാൻ പറ്റില്ല. ആന്റിയുടെ ഈ സ്മാർട്ട്നെസ് ആണ് എനിക്കിഷ്ടം. പലപ്പോഴും ആന്റിയെ എനിക്ക് അഭിനന്ദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഈ വാർദ്ധക്യത്തിലും ഇത്രയും യൗവനം കാത്തു സൂക്ഷിക്കുന്നത്. ആന്റിയെ കാണുമ്പോ ജൂഹി ചൗളയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആന്റി, ആന്റി, അതെ, വേറൊരു കാര്യം പറഞ്ഞാൽ ആന്റിക്ക് ഫീൽ ചെയ്യരുത്. ഇല്ല, ആന്റിയും ആന്റിയുടെ ഹസ്ബൻഡും തമ്മിൽ ഒട്ടും ഒരു മാച്ച് അല്ല. അതായത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അച്ഛനും മോളും ഇങ്ങനെ നടന്നു പോകുന്ന ഫീലിംഗ് എനിക്കുള്ളത്. ആന്റിക്ക് അതിൽ ഫീലിംഗ്സ് ഇല്ലേ? അതാണ് മോനെ എന്റെ ആകെയുള്ള ഒരു ദുഃഖം. ഒക്കെ വിധിയാണ് ആന്റി. മോൻ എന്താണ് വേണമെന്ന് പറഞ്ഞത്? അല്ല, അത് നമ്മുടെ SIയുടെ ബ്രദർ സബ് കളക്ടർ എക്സിക്യൂട്ടീവ് ഡ്രസ് ഉണ്ട്. അതല്ല അതല്ല, അത് ആ മോള് അതന്നെ. ഇത് തന്നെ ആന്റി, നമ്മുടെ ചന്ദ്രനെ പറ്റിയ ഒരു ഡ്രസ് കൂടി. ഡോക്ടർ കബീറിന്റെ ഒരു ഡ്രസ് ഇവിടെ എക്സിക്യൂട്ടീവ് ഡേ. അത് താങ്ക് യു ആന്റി. നാളെ തന്നെ കൊണ്ടുവരണട്ടോ. അതൊന്നും പറയാൻ പറ്റത്തില്ല, എത്തുമ്പോ എത്തും. എന്താ പറഞ്ഞത്? അതിരാവിലെ തന്നെ എത്തിക്കാൻ